നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ സീരീസിൽ നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് ട്യൂട്ടോറിയലാണ്. നമ്മൾ പുതിയൊരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു ബ്ലോക്ക് ട്യൂട്ടോറിയൽ. സോ നമ്മൾ ഈ വീഡിയോയെ കുറേ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ബേസിക്കലി ദിസ് ഈസ് ദ ഫസ്റ്റ് വീഡിയോ ഇൻ ദിസ് ട്യൂട്ടോറിയൽ ഓർ ഇൻ ദിസ് സീരീസ്. ഓക്കെ, സോ ഈ വീഡിയോ കണ്ടു തീരുമ്പോഴേക്ക് നമുക്ക് ബ്ലോക്ക് എന്താണെന്നും അതിൻ്റെ ഒരു ഇൻഡെപ്ത് നോളജാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരുപാട് സമയം കളയുന്നില്ല, ജസ്റ്റ് ജമ്പ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, ആൻഡ് നമുക്ക് എന്താണ് ഫ്ലട്ടറിലെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി. അപ്പോൾ നമ്മൾ ആ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ടെക്നോളജികൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ, അതല്ലെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് ടെക്നോളജിയേക്കാളും നല്ലത് ടെക്നിക്സ് എന്നാണ്. അപ്പോൾ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ എന്തിനായിരിക്കും ആക്ച്വലി നമ്മൾ ഈ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഈവൻ ദോ നമുക്ക് അവിടെ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഫ്ലട്ടറിലെ ബിൽറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് നമുക്ക് അവൈലബിൾ ആണല്ലോ. ആ ഒരു സ്ഥലത്തേക്ക് വൈ വി ആർ പുട്ടിങ് സംതിങ് ന്യൂ എന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ആക്ച്വലി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബിഫോർ സ്റ്റാർട്ടിങ് റൈറ്റിംഗ് സം കോഡ് യു മസ്റ്റ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ആക്ച്വലി എ സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി സ്റ്റേറ്റ് ഈസ് എനി ഡാറ്റ ദാറ്റ് ക്യാൻ ചേഞ്ച് ഓവർ ടൈം. അതല്ലെങ്കിൽ നമുക്ക് സംതിങ് ദാറ്റ് അഫക്ട്സ് വാട്ട് ദ യൂസേഴ്സ് സീസ് ഓൺ ദ സ്ക്രീൻ, അതായിരിക്കും നമ്മൾ ആക്ച്വലി സ്റ്റേറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് ഡാറ്റ ദാറ്റ് can change over time or it can affect the user. അല്ലെങ്കിൽ സ്ക്രീനിൽ നമ്മൾ യു ഐയിൽ യൂസർ എന്താണോ കാണുന്നത് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ് ആക്ച്വലി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ റിയൽ വേൾഡ് സെനാരിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലൈറ്റ് സ്വിച്ചുമായിട്ട് കമ്പയർ ചെയ്യാം. ലൈക്ക് അതിന് രണ്ട് സ്റ്റേറ്റ് ആണല്ലോ, ഒന്ന് ഓൺ എന്ന് പറയുന്ന സ്റ്റേറ്റും വേറൊന്ന് ഓഫ് എന്ന് പറയുന്ന സ്റ്റേറ്റും. നമ്മൾ ഈ സ്വിച്ച് നമ്മൾ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. അപ്പോഴായിരിക്കും നമ്മൾ വിഷ്വലി എന്ത് ചെയ്യുന്നത്, ദ ലൈറ്റ് ആക്ച്വലി റിയാക്ട്സ്. ആൻഡ് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ലൈറ്റ് അവിടെ തെളിയുന്നുണ്ടായിരിക്കും, സ്വിച്ച് നമ്മൾ ഓഫ് ആക്കുമ്പോൾ ലൈറ്റ് അവിടെ ഓഫ് ആവുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ആക്ച്വലി നമ്മളെ ആപ്പിനകത്തുമുള്ള സെനാരിയോ. ഇതാണ് ഒരു ഫ്ലട്ടർ ആപ്പിനകത്ത്. ഇമാജിൻ എ കൗണ്ടർ ആപ്പ്. ആൻഡ് ഫോർ എക്സാമ്പിൾ നമ്മളുടെ കൗണ്ടർ ആപ്പ് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. അതായത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ഞാൻ ഇവിടെ വരച്ചാൽ, ഇമാജിൻ ദാറ്റ് ഈസ് യുവർ കൗണ്ടർ ആപ്പ് ആൻഡ് യു ഹാവ് സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് ഇതാണ് നമ്മളുടെ ആൻഡ് ഇവിടെയാണ് നമ്മളുടെ കൗണ്ടർ അപ്പിയർ ചെയ്യുന്നത്. നമുക്കിവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ബട്ടൺ ഉണ്ട്. ആൻഡ് നമ്മൾ പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ചേഞ്ച്. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി ദ വാല്യൂ ഇസ് 5. ദെൻ ഞാൻ ഈ പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഷോ ദിസ് വാല്യൂ ഹിയർ. അതായത് ഞാൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നത്, നമ്മൾ ഇൻക്രിമെൻ്റ് ചെയ്യായിരിക്കും ചെയ്യുന്നത്. ആൻഡ് ആക്ച്വലി ഇൻക്രിമെൻറ്റിങ്. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, 5 എന്നുള്ളത് 6 ആവണം. 6 ആയി, ലോജിക്കലി ഇതായി. പക്ഷേ യു ഐ എന്ത് ചെയ്യണം, യു ഐ വിഷ്വലി നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റണം, 6 എന്ന് കാണിക്കണം. ഇതാണ് ആക്ച്വലി നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് എന്ന് പറയുന്ന എൻറ്റിറ്റി. ഇതാണ് ആക്ച്വലി. അത് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, സംതിങ് ദാറ്റ് ഡാറ്റ ദാറ്റ് ക്യാൻ ചേഞ്ച് ഓവർ ടൈം ആൻഡ് ദാറ്റ് അഫക്റ്റ് വാട്ട് ദ യൂസർ ഈസ് ആക്ച്വലി സീൻ ഓൺ ദ സ്ക്രീൻ എന്നുള്ളതാണ് സ്റ്റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ഈ കൗണ്ടർ ആപ്പിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, ആൻഡ് കൗണ്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ കാണും. ആൻഡ് യു ഹാവ് സംതിങ് കോൾഡ് കൗണ്ട്. ആൻഡ് കൗണ്ട് എന്ന് പറയുന്ന ഈ വേരിയബിളിലായിരിക്കും എന്തുണ്ടാക്കുക, ആക്ച്വലി യു ആർ സ്റ്റോറിങ് ദിസ് വാല്യൂ 5, whatever be the value 100, and these are the values that is actually storing inside this count variable. Then നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, നമ്മൾ ഇതിനകത്ത് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ യു ആർ ആക്ച്വലി ഇൻക്രിമെൻറ്റിങ് ദിസ്, ഈ വേരിയബിളിലുള്ള വാല്യൂവിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി, ഈ വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്, ഡാറ്റ എന്ന് പറയുന്നത്. ആ ഡാറ്റയാണ് നമ്മൾ ഇവിടെ പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അതാണ് നമ്മൾ യു ഐ എന്ത് ചെയ്യുന്നത്, അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആക്ച്വലി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റേറ്റിനകത്ത് നമ്മളുടെ ഇതിലൊരു ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞ ഇതാണ്, വെൻ സ്റ്റേറ്റ് ചേഞ്ചസ് യു ഐ ഈസ് ആക്ച്വലി റീബിൽഡിങ്. ആൻഡ് സെയിം സ്റ്റേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും, സെയിം യു ഐ ആയിരിക്കും. ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ആണെങ്കിൽ എന്തായിരിക്കും, ഡിഫറെൻറ്റ് യു ഐ ആയിരിക്കും. ഇതാണ് ഇതിലെ ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ് മാനേജ്മെൻറ്റിനകത്ത്, അതായത് ലൈക്ക് കൗണ്ട് എന്ന് പറയുന്നത് കറൻ്റ്ലി 5 ആണെങ്കിൽ
ദാറ്റ് എന്തായിരിക്കും, അതായത് ഞാൻ പ്രസ് ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, യോ യു ഐ ഈസ് ആക്ച്വലി റീബിൽഡിങ്, ദാൻ ദ കൗണ്ട് വാല്യൂ ഇസ് 6 ആക്ച്വലി. ദെൻ എഗെയിൻ ദ സെയിം ഒന്നുകൂടി ഞാൻ റീബിൽഡ് ചെയ്യുകയാണ്, ഐ എം ജസ്റ്റ് റീബിൽഡിങ് ദിസ് തിങ്. സോ അപ്പോൾ സ്റ്റേറ്റ് മാറിയിട്ടില്ല, കൗണ്ട് 6 തന്നെയാണ്, ഞാൻ ഇൻക്രിമെൻറ്റ് ബട്ടൺ ഒന്നും പ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായിരിക്കും, സെയിം യു ഐ ആണ്, സെയിം യു ഐ കാണിക്കും. ഞാൻ വേറൊരു ഒന്നുകൂടി ഞാൻ ഒരു പ്ലസ് ബട്ടൺ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ആക്ഷൻ ഇവിടെ ട്രിഗർ ചെയ്യുകയാണ്. ഞാൻ മൈനസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ഐ ഈസ് ആക്ച്വലി ഷോയിങ് ഡിഫറെൻറ്റ് യു ഐ. അതാണ് നമ്മളുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് നോക്കാം. ഞാനൊരു ആൻഡ്രോയിഡ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഓക്കെ, ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ജസ്റ്റ് ഒരു കൗണ്ടർ ആപ്പ് എടുത്തിട്ട് അതിനകത്ത് എങ്ങനെയാണ് ഈ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് സിംപ്ലി ഇത് ഹാപ്പൻ ചെയ്യുന്നത്. ദെൻ വി ആർ ആഡിങ് മോർ കോംപ്ലക്സിറ്റീസ് ഇൻ ടു ദിസ് ആപ്പ്. അതായത് നോർമലി നമ്മൾ കാണുന്ന കൗണ്ടർ ആപ്പിന് പകരം വി ആർ ആക്ച്വലി ആഡിങ് some more complexities into this application. So let's create a new Flutter project. No, it's not from version control. Okay, so a new Flutter project, and here counter app, some name, give some name, block or something. ഓക്കെ, ആൻഡ് ഈ പ്രൊജക്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ ഇനിയും വർക്ക് ചെയ്യാൻ പോകുന്നത്. ലെറ്റ് മീ ടേൺ ഓഫ് ദ മാക് ലിനക്സ്. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെ തൽക്കാലം ആൻഡ്രോയിഡ് iOS വെബ് ഇനഫാണ്. ദെൻ ക്രിയേറ്റ് ദ പ്രൊജക്റ്റ്. ഓക്കെ, സോ പ്രൊജക്റ്റ് ഒന്ന് ലോഡായി വരട്ടെ. അപ്പോൾ ഇതായിരിക്കും നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഇനീഷ്യലി നമ്മൾ നോർമലി കാണുന്ന കൗണ്ടർ ആപ്ലിക്കേഷൻ നമുക്കിവിടെ ബിൽറ്റിനായിട്ട് നമുക്ക് ആ ബോയിലർ പ്ലേറ്റ് ടെംപ്ലേറ്റ് കോഡ് ഇവിടെ അവൈലബിൾ ആണ്. സോ നമ്മൾ അതിലേക്ക് കുറച്ച് ചേഞ്ചസ് നമ്മൾ വരുത്താൻ പോവാണ്. ദെൻ ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ബേസിക്കലി നമ്മളുടെ മെയിൻ ഡോട്ട് ആൻഡ് ലെറ്റ് മീ റിമൂവ് all these things. Okay, let me remove all these things. So ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് വാട്ട് നമുക്ക് വേണ്ടത്, ഐ നീഡ് എ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. A stateless widget, and it is called my app. Okay, and this is going to return normal material app. Okay, ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്. മെറ്റീരിയൽ ആപ്പിൻ്റെ ഹോം പേജിലേക്ക് ഐ എം ഗോയിങ് ടു കോൾ സംതിങ് കോൾഡ് counter page, whatever it is. Okay, you can give any name, and this class is doesn't exist. So അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. That is called your counter_page. Okay, and let's import material. Okay, and I'm going to create a stateful widget. Okay, because we are working with state and normal set state method ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ stateful widget ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ പേര് counter page എന്നാണ്. Okay, and this is our UI. Okay, and it is going to give you a scaffold. Okay, and let me copy something, otherwise നമ്മൾ ഇത് എഴുതി സമയം കളയേണ്ടി വരും. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒരു കോഡ് കോപ്പി ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി കോഡ് ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ ആ കോഡ് ജസ്റ്റ് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് റിമൂവ് ദിസ് തിങ്. ഓക്കെ, ആൻഡ് ദർ ആർ എറേഴ്സ് ബിക്കോസ് ദർ ആർ സം ഫങ്ഷൻസ് അത് നമ്മളത് എഴുതിയിട്ടില്ല. അതാണ് നമുക്കിനി എഴുതാനുള്ളത്. അപ്പോൾ നോർമലി ഈ UI എന്ന് പറയുന്നത് കൗണ്ട് എന്നുള്ള വേരിയബിൾ ഇവിടെ മിസ്സിംഗ് ആണ്. ഓൺ പ്രസ് എന്ന് പറയുന്ന ഈവൻ്റ് ഇവിടെ മിസ്സിംഗ് ആണ്. ലെറ്റ് മീ റിമൂവ് ദിസ് തിങ് ആൻഡ് ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഞാനിവിടെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മാനുവലി ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു പ്ലേസ് ഹോൾഡർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് കൗണ്ട് ഐ ആം ഗോയിങ് ടു ഗിവ് സം വാല്യൂ. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ മെയിൻ ഡോട്ടിൽ ഇത് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മളുടെ UI എന്ന് പറയുന്നത്. ലെറ്റ് മീ റൺ ദിസ് ഓൺ ക്രോം. ഓക്കെ, ഞാൻ വെബായിട്ടാണ് റൺ ചെയ്യുന്നത് ബിക്കോസ് മറ്റേത് റൺ ചെയ്ത് വരാൻ സമയം എടുക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ കൗണ്ടർ പേജ്. നോർമൽ നമ്മൾ കാണുന്ന കൗണ്ടർ പേജാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, വി ഹാവ് ടു റൈറ്റ് ദ മെത്തേഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു ഡിഫൈൻ ദ വേരിയബിൾ ടു സ്റ്റോർ ദ ഡാറ്റ. കൗണ്ട് എന്ന് പറയുന്ന വേരിയബിളാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കൗണ്ട് വാല്യൂ കീപ്പ് ചെയ്യുന്നത്. സോ that is an integer, so I am going to define an integer count that is equal to 0. Okay, then we have to write methods എന്ത് ചെയ്യണം, and ഇതാണ് ആക്ച്വലി എന്ത്, this is actually our state, and ഇതാണ് നമ്മളുടെ എന്ത്, this is our state എന്ന് പറയുന്നത്. ജസ്റ്റ് വൺ വേരിയബിളേ ഉള്ളൂ.
ഓക്കെ, ഇതൊരു സിമ്പിൾ ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് വൺ വേരിയബിൾ മാത്രമേ ഈ യു ഐയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, യൂസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ വി ഹാവ് ടു റൈറ്റ് ആൻ ഇൻക്രിമെൻറ്റ് മെത്തേഡ്. സോ അവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു റൈറ്റ് എ വോയിഡ് ഇൻക്രിമെൻറ്റ്. ഓക്കെ, എന്തായിരിക്കും നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്യേണ്ടത്, ആ കൗണ്ട് വാല്യൂ ആണ് ഇൻക്രിമെൻറ്റ് ചെയ്യുക. സോ വി ആർ ഗോയിങ് ടു യൂസ് ദ സെറ്റ് സ്റ്റേറ്റ് അഗെയിൻ. ഡീഫോൾട്ട് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് നമ്മൾ ഉപയോഗിച്ചു. സെറ്റ് സ്റ്റേറ്റ് എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, count equal to and count count plus or count equal to count plus 1. Okay, and ഇനി നമ്മൾ ഇതേപോലെ ലെറ്റ് മീ കോപ്പി ദിസ് തിങ്, ഇത് കോപ്പി ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, വി ഹാവ് ടു റൈറ്റ് എ ഡിക്രിമെൻറ്റ് ഹിയർ ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഡിക്രിമെൻറ്റ് ആൻഡ് ദിസ് ഈസ് ആക്ച്വലി കൗണ്ട് എന്താണോ, ഇപ്പോഴത്തെ കൗണ്ട് വാല്യൂ എന്താണോ അതിൽ നിന്നും ഒന്ന് കുറയ്ക്കണം. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മളുടെ ബേസിക്കലി നമ്മളുടെ ലോജിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ യു ഐയിൽ, ആൻഡ് ദിസ് ഈസ് ദ യു ഐ, ഇതാണ് നമ്മളുടെ യു ഐ എന്ന് പറയുന്നത്. ഇത് ഞാൻ പ്രസ് ചെയ്യുമ്പോൾ ഈ കൗണ്ട് വാല്യൂ കൂടണം, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ കൗണ്ട് വാല്യൂ കുറയണം. ഇതാണ് നമ്മളുടെ ഇൻറ്റൻഷൻ. സോ ഇവിടെ നമ്മൾ ഈ എഴുതിയ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഐ എം ഗോയിങ് ടു കോൾ ദിസ് ഇൻക്രിമെൻറ്റ് ഹിയർ, ഇൻക്രിമെൻറ്റ് ആൻഡ് പുട്ട് എ കോമ ഹിയർ. ദെൻ ആൻഡ് ജസ്റ്റ് നമ്മളൊന്ന് ആഡ് ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ, ഇനി ഞാനിവിടെ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, and we are expecting, and it is actually coming increment, we are expecting here $count. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത വാല്യൂ ആണ്, അത് ചേഞ്ച് ചെയ്യണം. ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. ഇവിടെ വന്നിട്ട് ഞാൻ പ്ലസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആൻഡ് വി ആർ എക്സ്പെക്ടിങ്, വാട്ട് ഈസ് ദ പ്രോബ്ലം, കൗണ്ട് ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് 1 എന്നാണ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പ്രോഗ്രാം. ഇതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇൻക്രിമെൻറ്റ് മെത്തേഡിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇറ്റ് ഈസ് ഇൻ കമ്മിങ് ഹിയർ. വൈ ഇറ്റ് ഈസ് ഇൻ കമ്മിങ്, ലെറ്റ് മീ ചെക്ക് ദിസ്, കൗണ്ട് ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഇൻക്രിമെൻറ്റ് ഐക്കൺസ് ഡോട്ട് റിമൂവ് കോൾ മെത്തേഡ്. ഐ തിങ്ക് ഞാൻ ഇപ്പുറത്താണ് എഴുതിയത്. ആൻഡ് ദിസ് ഈസ് ആക്ച്വലി ഇൻക്രിമെൻറ്റ് ഈസ് കമ്മിങ് ഹിയർ ആൻഡ് ഇത് ഡിക്രിമെൻ്റ് ആണ്. ഓക്കെ, ഓക്കെ, ആൻഡ് സേവ് ദിസ്. ആൻഡ് ഇവിടെ വന്നിട്ട് പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നൗ ഇറ്റ് ഈസ് ചേഞ്ചിങ്. ആൻഡ് ഇതിൽ സെറ്റ് സ്റ്റേറ്റ് മെത്തേഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, സെറ്റ് സ്റ്റേറ്റ് ഈസ് ആക്ച്വലി വർക്കിംഗ് ലൈക്ക് ദിസ്. നമ്മളിപ്പോൾ ചെയ്ത പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് ഞാനിവിടെ ഒരു ബട്ടൺ ടാപ്പ് ചെയ്തു, അതായത് ഞാൻ പ്ലസ് ബട്ടൺ ടാപ്പ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും നമ്മൾ കോൾ ചെയ്തത്, വി ജസ്റ്റ് കോൾ ദ ഇൻക്രിമെൻറ്റ് മെത്തേഡ്. നമ്മൾ ചെയ്തത് ഇൻക്രിമെൻറ്റ് മെത്തേഡിനെ കോൾ ചെയ്തു. ഇൻക്രിമെൻറ്റ് മെത്തേഡ് എന്തായിരിക്കും ചെയ്യുക, ഇൻക്രിമെൻറ്റ് മെത്തേഡ് ചെയ്യുന്നത് എന്തായിരിക്കും, ഇതായിരിക്കും ഇൻക്രിമെൻറ്റ് മെത്തേഡ് ചെയ്യുന്ന പ്രോസസ്സ്. ആൻഡ് സെറ്റ് സ്റ്റേറ്റിനെ കോൾ ചെയ്തു. സെറ്റ് സ്റ്റേറ്റ് എന്ത് ചെയ്യും, ഇപ്പോഴത്തെ കൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ എന്താണോ വാല്യൂ അതേ പ്ലസ് 1 ചെയ്തു. ആൻഡ് അപ്പോൾ എന്ത് ചെയ്തു, ചേഞ്ചസ് ദ വേരിയബിൾ, ദാറ്റ് മീൻസ് കൗണ്ട് ബിക്കംസ് 1. ഈ പ്രോസസ്സ് കഴിഞ്ഞാൽ കൗണ്ട് 1 മാറി. ആൻഡ് ഇറ്റ് ടെൽസ് ഫ്ലട്ടർ ടു റീബിൽഡ്. ആൻഡ് സെറ്റ് സ്റ്റേറ്റ് ഈസ് ഓൾവേസ് ടെൽസ് ഫ്ലട്ടർ ടു റീബിൽഡ് ദ യു ഐ. ആൻഡ് എവറി ടൈം നമ്മൾ സെറ്റ് സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, യു ഐ എന്ത് ചെയ്യുന്നുണ്ട്, റീബിൽഡ് ചെയ്യും. റീബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഹാപ്പൻ ചെയ്യുക, ആൻഡ് ഈ ബിൽഡ് മെത്തേഡ് എന്ത് ചെയ്യും, ഒന്നുകൂടി റൺ ചെയ്യും. ലെറ്റ്സ് റൈറ്റ് സംതിങ് ഹിയർ, പ്രിൻറ്റ്. ഓക്കെ, ഇവിടെ ഞാൻ എഴുതുകയാണ് യു ഐ റീബിൽഡ്സ്. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒരു പ്രിൻ്റ് എഴുതി. ആൻഡ് ലെറ്റ്സ് റൺ ദിസ്. ഓക്കെ, ആൻഡ് യു ഗെറ്റ് യു ഐ റീബിൽഡ്സ് ബിക്കോസ് നമ്മൾ ഇനീഷ്യലി റൺ ചെയ്തപ്പോൾ ഒരു തവണ എന്തായാലും റീബിൽഡ് ചെയ്തു. ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഇത് ക്ലിക്ക് ചെയ്തു. ആൻഡ് നൗ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, യു ഐ ഈസ് അഗെയിൻ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, അഗെയിൻ ഇറ്റ് ഈസ് റീബിൽഡിങ്. ആൻഡ് വേർ ഇറ്റ് ഈസ്, അതിനകത്ത് കുറേ എറേഴ്സ് വന്ന് നടക്കുന്നുണ്ട്. ഓക്കെ, യു ഐ റീബിൽഡ്സ്. ദെൻ അഗെയിൻ ഞാൻ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, റീബിൽഡ് ചെയ്യുന്നുണ്ട്. ഇത് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, റീബിൽഡ് ചെയ്യും. അപ്പോൾ യു ഐ ഈസ് ആക്ച്വലി റീബിൽഡിങ്. അപ്പോൾ ഇത് കോസ്റ്റ്ലിയാണ്. അതായത് നമ്മൾ ഈ പറയുന്ന ഈ റീബിൽഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്, കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഫേസ് എന്തായിരിക്കും, റീബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഐ ഈസ് ആക്ച്വലി കൺസ്യൂമിങ് ദ ന്യൂ വാല്യൂ ഇൻ ദ കൗണ്ട് വേരിയബിൾ. കൗണ്ട് വേരിയബിളിലെ പുതിയ വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, യു ഐ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ നമ്മൾ സെറ്റ് സ്റ്റേറ്റ് പെർഫെക്റ്റ് ആണ്. എന്തിനു വേണ്ടി, ഒരേ ഒരു വാല്യൂ എന്ന് പറയുന്നതേ നമ്മൾ ചേഞ്ച് ചെയ്യുന്നുള്ളൂ.
ആൻഡ് ഓൺലി വൺ വിഡ്ജറ്റ്സേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഈ ടെക്സ്റ്റ് വിഡ്ജറ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ കൗണ്ട് എന്ന് പറയുന്ന ഈ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് വി ഡോണ്ട് ഹാവ് ടു ബ്രിങ് ഇൻ ബ്ലോക്ക് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദിസ് ഇസ് ഇനഫ് ഫോർ ദിസ് തിങ്. ആൻഡ് ഇതിൽ സിമ്പിൾ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ലോജിക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഇതിനകത്തേക്ക് നമ്മൾ പുതിയ ലോജിക്കൽ അല്ലെങ്കിൽ പുതിയ കോംപ്ലക്സിറ്റികൾ കൊണ്ടുവരുമ്പോൾ ആപ്പ് ഒന്നുകൂടി ഗ്രോ ചെയ്യുകയാണ്. അതായത് നമ്മളിതിലേക്ക് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യണം, നമ്പർ ഇവിടെ ഈ കാണുന്ന നമ്പർ ഓഡാണോ ഈവൻ ആണോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യണം. അതായത് നമ്മളൊരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, അപ്പോൾ ഒരു നമ്പർ അവിടെ കാണിക്കും. വി ഹാവ് ടു ചെക്ക് ദിസ് ഈസ് ഓഡ് ഓർ നോട്ട്. അതല്ലെങ്കിൽ ട്രാക്ക് ദ മിനിമം ആൻഡ് മാക്സിമം വാല്യൂസ് റീച്ച്ഡ്, അതായത് മിനിമം മാക്സിമം വാല്യൂ റീച്ച് ചെയ്തത് നമുക്ക് കാണിക്കണം. ഹൗ മെനി ടൈംസ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തു എന്ന് കാണിക്കണം. അതല്ലെങ്കിൽ ഒരു റീസെറ്റ് ബട്ടൺ വേണം. ഹിസ്റ്ററി ചേഞ്ചസ് കാണിക്കണം. ഇങ്ങനത്തെ കുറേ കോംപ്ലക്സിറ്റികൾ നമ്മൾ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, ഇവിടെ എന്തായിരിക്കും ഹാപ്പൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ജസ്റ്റ് കുറച്ച് കോംപ്ലക്സിറ്റികൾ കൊണ്ടുവരാം. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ ആ കാര്യങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം, നമുക്ക് വേണ്ടത് എന്തായിരിക്കും, കൗണ്ട്. ഒബ്വിയസ്ലി നമുക്ക് കൗണ്ട് എന്ന് പറയുന്ന ഈ വേരിയബിൾ വേണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇൻറ്റ് മാക്സ് വാല്യൂ എന്ന് പറയുന്ന ഒരു വേരിയബിൾ വേണം. നൗ ഇറ്റ് ഈസ് 0. ദെൻ ഇൻറ്റ് മിൻ വാല്യൂ വേണം. ഇൻറ്റ് മിൻ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദെൻ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം, ഹൗ മെനി ടൈംസ് ഇൻക്രിമെൻറ്റ് ബട്ടൺ പ്രസ് ചെയ്തെന്ന് വേണം, ഹൗ മെനി ടൈംസ് നമുക്ക് ഡിക്രിമെൻറ്റ് ബട്ടൺ പ്രസ് ചെയ്തെന്ന് വേണം. ദെൻ ഹിസ്റ്ററി കീപ്പ് ചെയ്യണം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് വേണം. സോ ഐ ജസ്റ്റ് ഹാവ് സം വേരിയബിൾസ് ഫോർ ഓൾ ദീസ് തിങ്സ്. സോ ഇൻക്രിമെൻറ്റ് കൗണ്ട് ഈക്വൽ ടു 0 ആണ്, ഡിക്രിമെൻറ്റ് കൗണ്ട് 0 ആണ്, ആൻഡ് ഹിസ്റ്ററി ഈസ് ആക്ച്വലി 0. ഇനി നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ഇൻക്രിമെൻറ്റ് പ്രോസസ്സിനകത്തേക്ക് വി ഹാവ് ടു ബ്രിങ് ഇൻ കൗണ്ട് ഈക്വൽ ടു കൗണ്ട് പ്ലസ് പ്ലസ് 1 ആണ്. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രിമെൻറ്റ് ഒരു തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻക്രിമെൻറ്റ് കൗണ്ട് എന്ത് ചെയ്യണം, ഒരു തവണ ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഹിസ്റ്ററി എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്തായിരിക്കും ആഡ് ചെയ്യേണ്ടി വരിക, കൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ. ആൻഡ് ഇതേപോലെ മാക്സ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, കൗണ്ട് greater than you have max value. ഓക്കെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, മാക്സ് വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു കൗണ്ട്. ദാറ്റ് മീൻസ് ഏറ്റവും ലേറ്റസ്റ്റ് വാല്യൂ ആണ് എന്ത്, മാക്സ് വാല്യൂ എന്ന് പറയുന്നത്. ഇതേ കാര്യമായിരിക്കും എന്ത് ചെയ്യേണ്ടി വരിക, നമ്മൾ ഡിക്രിമെൻറ്റിലേക്കും കൊണ്ടുവരേണ്ടി വരിക. അപ്പോൾ നമ്മൾ ഇതേ കാര്യം ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഒന്നുകൂടി എഴുതി. ആൻഡ് all these are minuses and minus. ഓക്കെ. ആൻഡ് ലിസ്റ്റ് ഡോട്ട് ആഡ് ആയിരിക്കുമോ ചെയ്യേണ്ടി വരിക, ലിസ്റ്റ് ഡോട്ട് ആഡ് അല്ല, വി ഹാവ് ടു ഹിസ്റ്ററിയിലേക്ക് നമ്മൾ ആഡ് തന്നെയാണ് ചെയ്യേണ്ടത്. ദെൻ ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം കൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലെസ് ദാൻ മിൻ വാല്യൂ. ഓക്കെ. അതേപോലെ ഇതെന്തായിരിക്കും, ദിസ് ഈസ് ആക്ച്വലി ഡിക്രിമെൻറ്റ് കൗണ്ട് ആയിരിക്കും. ദെൻ മിൻ വാല്യൂ ആണെങ്കിൽ ആൻഡ് ദിസ് ഇസ് min value equal to കൗണ്ട് ആയിരിക്കും. ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് റീസെറ്റ്, നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള സാധനം ഉണ്ട്. മിസ്സിംഗ് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് റീസെറ്റ് ബട്ടണാണ്, വോയിഡ് റീസെറ്റ്. ഓക്കെ. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് സ്റ്റേറ്റിനെ കോൾ ചെയ്തു. ആൻഡ് വി ഹാവ് ടു റീസെറ്റ് ഓൾ ദീസ് വാല്യൂസ്. റീസെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാം എന്ത് ചെയ്യണം, എല്ലാം നമ്മൾ 0 ആക്കാൻ പോവാണ്, ലൈക്ക് ദിസ്. ഓക്കെ. ആൻഡ് ഇനി വി നീഡ് വൺ മോർ തിങ്, ആൻഡ് വി നീഡ് ടു നോ ദ കൗണ്ട് ഈസ് ആക്ച്വലി, നമുക്ക് എന്ത് ചെയ്യണം, കറണ്ട് വാല്യൂ എന്ന് പറയുന്നത് കൗണ്ട് ഒരു ഗെറ്റർ എഴുതുന്നുണ്ട്, ഗെറ്റ് ഈവൻ ഓർ ഓഡ്. ഓക്കെ. ആൻഡ് ദാറ്റ് ഈസ് കൗണ്ട് പെർസെൻറ്റേജ്. ഗെറ്റർ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്, %2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് ചെയ്യണം, ഐ നീഡ് ടു ഗെറ്റ് ഈവൻ, അതല്ലെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് odd. ഓക്കെ.
ഓക്കെ, ആൻഡ് ഇതാണ് നമ്മളുടെ എന്ത്, ദിസ് ഈസ് അവർ ലോജിക്. ആൻഡ് ഇനി നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം, വി ഹാവ് ടു ബ്രിങ് ദ UI, അതായത് നമ്മൾ ഇതിൽ എന്ത് ചെയ്യണം, UI കൊണ്ടുവരണം. അപ്പോൾ UIയിൽ ആദ്യം ചെയ്യാൻ പോകുന്ന റീസെറ്റ് ബട്ടൺ ആണ്. സോ ഐ എം ഗോയിങ് ടു ആഡ് ആൻ ആപ്പ് ബാർ ഹിയർ ആൻഡ് ദർ ഈസ് ഓൾറെഡി ആൻ ആപ്പ് ബാർ. സോ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ആപ്പ് ബാറിൽ ആക്ഷൻസ് എഴുതി, ആക്ഷൻസിനകത്ത് ഐ എം ഗോയിങ് ടു ആഡ് ആൻ ഐക്കൺ ബട്ടൺ ഓൺ പ്രസ്ഡ്. ഓക്കെ, ഈ ഓൺ പ്രസ്സിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വി ആർ ഗോയിങ് ടു കോൾ ദ റീസെറ്റ്. ദെൻ ഐക്കൺ എന്ന് പറയുന്നത് ആൻഡ് ഐക്കൺസ് ഡോട്ട് യു ക്യാൻ ഹാവ് എ റിഫ്രഷ് ഐക്കൺ, റിഫ്രഷ്. ഓക്കെ, ആൻഡ് ലെറ്റ്സ് റൺ ദിസ്. നൗ യു ഹാവ് സംവേർ, ആൻഡ് ഇവിടെ ഡീബഗ് നമുക്ക് ബാനർ ഒന്ന് ഓഫ് ചെയ്യാം. മെയിൻ ഡോട്ടിൽ ഡീബഗ് ഷോ ചെക്ക്ഡ് മോഡ് ബാനർ ഫോൾസ്. സേവ് ദിസ്. Okay, now you have a refresh button and when I click this everything is 0. Okay, അപ്പോൾ നമ്മൾ റീസെറ്റ് വർക്ക് ചെയ്തു, പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ആൻഡ് UI എന്ത് ചെയ്തിട്ടുണ്ടാവും, റീബിൽഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഐ ഡോണ്ട് നോ വൈ ദിസ് ഈസ് ഹാപ്പനിങ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മളുടെ UI കൗണ്ടർ പേജിലെ UI എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എഴുതിയത് കോളമാണ്. കോളത്തിനകത്ത് ഒബ്വിയസ്ലി ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ലെറ്റ് മീ റൈറ്റ് ദ UI. നമ്മൾ പുതിയ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തല്ലോ. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ UI ഒന്നുകൂടി എന്ത് ചെയ്യാണ്, ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് കോപ്പി ചെയ്തു. നമുക്ക് വേണ്ടത്, നമുക്ക് ഓൾറെഡി സ്കഫോൾഡൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ, ബോഡി ഉണ്ട്. നമുക്ക് വേണ്ടത് ഐ തിങ്ക് വി നീഡ് ബോഡി പാർട്ട് മാത്രം മതി. സിംഗിൾ ചൈൽഡ് സ്ക്രോൾ വ്യൂനെ കോപ്പി ചെയ്യാം. കോപ്പി ദിസ് തിങ് ആൻഡ് ലെറ്റ് മീ റിമൂവ് ദിസ് തിങ്. UI ആയതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത് പിന്നെയും. Okay, and this is a UI and there are some missing things here. I just have a build state row എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസ് റോ, അല്ലെങ്കിൽ ഇതിവിടെ ഞാനൊരു ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഈ ഫംഗ്ഷൻ നമുക്ക് താഴെ എഴുതാം. എവിടെ വരണം, നമ്മൾ ഈ ക്ലാസ്സിനകത്ത്, അതല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു കോൾ എ വിഡ്ജറ്റ് ടൈപ്പിലുള്ള അണ്ടർസ്കോർ ബിൽഡ് സ്റ്റേറ്റ് വേണ്ട, സ്റ്റാറ്റസ് അല്ലേ, സ്റ്റാറ്റസ് റോ. ഓക്കെ, ഇതിലേക്ക് നമ്മൾ പാസ് ചെയ്യേണ്ടത്, ഐ നീഡ് എ സ്ട്രിങ് ഹിയർ, ലേബൽ എന്താണ് സ്റ്റാറ്റസ് കാണിക്കാൻ വേണ്ടി. ദെൻ വാട്ട് ഈസ് എ വാല്യൂ, സ്ട്രിങ് വാല്യൂ. ഇറ്റ്സ് ആക്ച്വലി സ്ട്രിങ് വാല്യൂ. ഓക്കെ, ദിസ് ഈസ് ഗോയിങ് ടു റിട്ടേൺ. എന്തായിരിക്കും റിട്ടേൺ ചെയ്യേണ്ടത് നമുക്ക് നൈസായിട്ട് കോപ്പി ചെയ്യാം, കാരണം എന്താ വെച്ചാൽ അത് UI ആണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു പാഡിംഗ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. ദെൻ ആ പാഡിങ്ങിൽ ഒരു റോ ഉണ്ടായിരിക്കും, റോയിൽ ടെക്സ്റ്റിൽ ആ ലേബൽ കാണിക്കും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ടെക്സ്റ്റിലെ വാല്യൂവും കാണിക്കും. ആൻഡ് ഇവിടെ നമ്മൾ കോൾ ചെയ്തൊക്കെ നോക്കുക, അതായത് നമ്മൾ കോൾ ചെയ്ത് ഈ പേരൊന്ന് ഇതേ പേര് കോപ്പി ചെയ്യാം കേട്ടോ. ഐ തിങ്ക് ഞാൻ ഇവിടെ എഴുതിയപ്പോൾ. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കുക, ഇവിടെ ബിൽഡ് സ്റ്റാറ്റസ് റോ ആണ്. അതായത് ലേബൽ എന്ന് പറയുന്നത് മിനിമം റീച്ച് ചെയ്തു, അങ്ങനെയാണെങ്കിൽ ആ മിനിമം വാല്യൂ, ആൻഡ് മാക്സിമം റീച്ച് ചെയ്തു, മാക്സിമം വാല്യൂ എന്നുള്ള കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്. ഇവിടെ വരുന്നത് ടോട്ടൽ ഓപ്പറേഷൻസ് എത്ര വന്നു, ആൻഡ് ഇൻക്രിമെൻറ്റ് കൗണ്ട് പ്ലസ് ഡിക്രിമെൻറ്റ് കൗണ്ടിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ആണ് എന്ത്, ടോട്ടൽ ഓപ്പറേഷൻ. ആൻഡ് അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് നമ്മൾ ഈ സ്റ്റാറ്റസ് റോ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ലെറ്റ്സ് ഹാവ് സംതിങ്. ഓക്കെ, ഈവൻ ഓഡ് ടെക്സ്റ്റ്, ദർ ഈസ് എൻ എറർ ഹിയർ. ആൻഡ് ഇത് നമ്മളിവിടെ വേരിയബിൾ നെയിം എഴുതിയ അതിൻ്റെ പ്രശ്നമാണ്. അതായത് ഇവിടെ നമ്മളൊരു ഈവൻ ഓഡ് ടെക്സ്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ എവറിത്തിങ് ഈസ് ഓക്കെ. ലെറ്റ് മീ റീബൂട്ട് ദിസ് തിങ്. ഓക്കെ, ആൻഡ് റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് വരും, യു ഹാവ് മോർ തിങ്സ് ഹിയർ. നമ്മൾ UI ഒന്നുകൂടി എന്ത് ചെയ്തു, ഒന്നുകൂടി ഇവിടെ വന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് ദർ ആർ നൗ ഇറ്റ് ഈസ് ഷോയിങ് ഈവൻ, ഡോണ്ട് വറി, ജസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യാം. ആൻഡ് സ്ക്രോള് ഓക്കെ പ്രസ് ചെയ്തു, നൗ ഇറ്റ് ഈസ് ഓഡ് ആൻഡ് ഈവൻ. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ ഓൾ ദ സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ചേഞ്ചിങ്. ആൻഡ് ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഇവിടെ കാണാം. ഓക്കെ, എലമെൻറ്റ്സ് ആർ ആഡിങ് ആൻഡ് പുതിയ എലമെൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഹിസ്റ്ററിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്.
and you can see all the things are changing here, and now your UI is actually a bit more complex than the previous one. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ദർ ആർ ലോട്ട് ഓഫ് സെറ്റ് സ്റ്റേറ്റ്സ്. ഇവിടെ കുറേ സെറ്റ് സ്റ്റേറ്റുകൾ ഉപയോഗിക്കുന്നുണ്ട്. വാല്യൂസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, ആൻഡ് ഇവിടുത്തെ ഇഷ്യൂസ് എന്തായിരിക്കും, ആൻഡ് ഇവിടെ എന്തായിരിക്കും, എവറി ടൈം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സിംപിളി നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ കൗണ്ട് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, റീബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് ആക്ച്വലി നമുക്ക് അതത് കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്താൽ മതി, ചേഞ്ച് ആവശ്യമുള്ളത് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. അങ്ങനത്തെ കുറേ കോംപ്ലക്സിറ്റീസ് ആയിരിക്കും ഇത്തരം കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ വരിക. ഇതിവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, നോ ഇഷ്യൂസ് ആയിരിക്കും, ഇറ്റ് സ്റ്റിൽ വർക്ക്സ്. ബട്ട് നമുക്ക് ഇവിടെ ഉണ്ടാവുന്ന പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മൾ ഇതിനെ ഒന്ന് എന്ത് ചെയ്യുകയാണ്, ഇപ്പം ഞാൻ എഴുതിയ ഇതിനെ ഞാനൊന്ന് സെപ്പറേറ്റ് ചെയ്യുകയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഹോം പേജ് എന്നും സ്റ്റാറ്റിസ്റ്റിക്സ് പേജ് എന്നും ഹിസ്റ്ററി പേജ് എന്നും സെറ്റിങ്സ് പേജ് എന്നും പറഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യുകയാണ്, ഞാൻ ഇതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ആയിട്ട് എന്ത് ചെയ്യുകയാണ് നമ്മൾ, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പേജസ് ആയിട്ട് നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, കൗണ്ടർ പേജ് ഹിയർ. ഓക്കെ, കൗണ്ടർ പേജിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ നേരത്തെ എഴുതിയ സിമ്പിൾ കൗണ്ടർ പേജ് ഞാൻ എന്ത് ചെയ്യുകയാണ്, ആൻഡ് ലെറ്റ് മീ റിമൂവ് എവറിത്തിങ് ആൻഡ് ലെറ്റ്സ് റൈറ്റ് സംതിങ് ലൈക്ക് ദിസ്. ആൻഡ് ഇവിടുത്തെ പ്രശ്നം നമ്മൾ മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ടാണ്, ബാക്കിയൊക്കെ ഓക്കെയാണ്. ഞാനിത് കോപ്പി ചെയ്യുന്നുണ്ട്, കാരണം നേരത്തെ എഴുതിയ അതേ കാര്യമാണ്, വേറെ മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, ആൻഡ് ഇവിടെ കണ്ടോ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പേജ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ന്യൂ ഡോട്ട് ഫയൽ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് statistics_page. ഓക്കെ, ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പേജിലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, വി ആർ ആക്ച്വലി ഗോയിങ് ടു ഷോ ദ സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ലെറ്റ് മീ ഇമ്പോർട്ട് സംതിങ് ലൈക്ക് ദിസ് മെറ്റീരിയൽ ആൻഡ് ഹിയർ. ഓക്കെ, ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ കണ്ടോ, ഇവിടെ ഇത് ഞാൻ റൺ ചെയ്യാണ്, റൺ ചെയ്ത് കഴിഞ്ഞാൽ, ആൻഡ് ലെറ്റ് മീ റീബൂട്ട്. ഓക്കെ, നൗ കൗണ്ടർ പേജ് 1 കൗണ്ടർ പേജാണ്. കൗണ്ടർ പേജിൽ നിന്ന് ഒന്നുകൂടി റീബൂട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളുടെ പേജ്. നേരത്തെ ഇത് തന്നെ ഭംഗിയൊക്കെ പോയതാണ്. ഇവിടെ ഈ കൗണ്ടർ 0 ആണ്, കൗണ്ടർ 0 എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാറ്റിസ്റ്റിക്സ് പേജിലേക്ക് പോകണം. ദർ ഇസ് നോ ഇൻക്രിമെൻറ്റ് ബട്ടൺ ആക്ച്വലി. ലെറ്റ് മീ ആഡ് ആൻ ഇൻക്രിമെൻറ്റ് ബട്ടൺ. ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ. ഓക്കെ, ഓൺ പ്രസ് ചെയ്യുമ്പോൾ ഇൻക്രിമെൻറ്റ് വരണം. ചൈൽഡ് എന്ന് പറയുന്നത് ഐക്കണാണ്, icons dot add. Save this. Now you have increment. Now it is incrementing. Okay, now I'm going to this page and the question is actually ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് ദ സെക്കൻഡ് പേജ്, രണ്ടാമത് നമുക്ക് കിട്ടിയ പേജിൽ ദർ ഇസ് നോ വാല്യൂ ആൻഡ് ഇതിനകത്ത് വാല്യൂ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് പേജിലേക്ക് നമ്മൾ എങ്ങനെ ഈ രണ്ടാമത്തെ സ്ക്രീനിൽ ഈ പറയുന്ന കൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ ആക്ച്വലി ഇവിടെ നമുക്ക് കാണിക്കേണ്ടത് കറണ്ട് കൗണ്ട് വാല്യൂ ആണ്. ഹൗ ക്യാൻ യു ഡൂ ദാറ്റ്? അവിടെയാണ് എന്ത് നമ്മളെ പ്രോബ്ലം ഒക്കർ ചെയ്യുന്നത്. ആക്ച്വലി ദ സ്റ്റേറ്റ് ഈസ് ആക്ച്വലി ലോക്ക്ഡ് ഇൻസൈഡ് യുവർ കൗണ്ടർ പേജ്. കൗണ്ടർ പേജിൽ ആ സ്റ്റേറ്റ് ലോക്ക് ചെയ്തേക്കാണ്. അതർ പേജസ് എന്ത് ചെയ്യാൻ പറ്റില്ല, ദേ കനോട്ട് സീ ഓർ മോഡിഫൈ ഇറ്റ്. ഇതാണ് ഇവിടുത്തെ പ്രോബ്ലം. അതായത് ഫസ്റ്റ് പേജിൽ നമ്മൾ കൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കൗണ്ട് അവിടെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്, ഡിക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇൻക്രിമെൻറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടാമതൊരു പേജിൽ നമുക്ക് ആ ഒരു സ്റ്റേറ്റ് നമുക്ക് ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഡാറ്റ ആക്സസ് ചെയ്യണമെങ്കിൽ ദേ കാണ്ട് ആക്സസ് ദിസ് തിങ്. അപ്പോൾ ഇതിനുള്ള സൊല്യൂഷനാണ് ഇത്. നമ്മൾ നോർമലി ചെയ്യുന്ന സൊല്യൂഷനാണ് എന്ത്, യു ക്യാൻ പാസ് ദ ഡാറ്റ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡാറ്റ നമുക്ക് സെക്കൻഡ് പേജിലേക്ക് പാസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പേജിനകത്ത് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, നമ്മളിവിടെ വന്നിട്ട് ഐ എം ഗോയിങ് ടു ഹാവ് എ ഫൈനൽ ഇൻറ്റ് ആൻഡ് യു ക്യാൻ ഹാവ് എ വേരിയബിൾ കൗണ്ട്. ഓക്കെ, ആൻഡ് ഐ തിങ്ക്
you need to pass inside your constructor const statistics page. Let me copy this thing. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്തു. ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു മേക്ക് ദിസ് എന്തായിരിക്കും പ്രശ്നം, required this dot count. ഓക്കെ, ബിക്കോസ് ഓൾറെഡി അതെന്താണ് റിക്വയർഡ് എഴുതാൻ, ഇങ്ങനെ എഴുതിയാൽ റിക്വയർഡ് എഴുതാൻ പറ്റും. ഞാൻ എഴുതിയാൽ മിസ്റ്റേക്ക് ഇതാണ്, നമ്മൾ നെയിംഡ് പാരാമീറ്ററായിട്ട് എഴുതിയിട്ടാണ് എന്ത് ചെയ്യുക, ബിക്കോസ് പൊസിഷണൽ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ റിക്വയർഡ് ആണ്, പിന്നെ അതിൻ്റെ മുന്നിൽ ഒരു റിക്വയർഡ് എന്നുള്ള വാക്ക് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. നോ, ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം കൗണ്ടർ പേജിൽ യു ഹാവ് ആൻ എറർ, ബിക്കോസ് ഈ ക്ലാസ്സിൽ എന്തുണ്ട്, ഒരു റിക്വയർഡ് പാരാമീറ്റർ ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി കൗണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യണം, കൗണ്ട് എന്ന് പറയുന്നതിലേക്ക് ഞാൻ എന്ത് ചെയ്തു, കൗണ്ട് ഞാൻ എന്ത് ചെയ്തു, കൗണ്ട് പാസ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ. നൗ സേവ് ദിസ്, ഇവിടെ ഒന്ന് സേവ് ചെയ്തു, ആൻഡ് ലെറ്റ് മീ റീബൂട്ട് ദ ആപ്പ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ ഞാൻ സ്റ്റോപ്പായത്. ഓക്കെ, ആൻഡ് റീബൂട്ട് ചെയ്തു. നൗ ഇഫ് ഐ ക്ലിക്ക് ഹിയർ ആൻഡ് ഐ നീഡ് ടു ചേഞ്ച് ദ UI ഓൾസോ, ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പേജിൽ വന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് എങ്ങനെയായിരിക്കും ആക്സസ് ചെയ്യുക, യു ക്യാൻ ആക്സസ് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ആയതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് വിഡ്ജറ്റ് ഡോട്ട് എന്ന് പറഞ്ഞാൽ ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഓക്കെ, നൗ ക്ലിക്ക് ഹിയർ and now the count is 0. Go back, and if I increment this thing and if I move to this page, and your count is actually 3, and that is okay. And what if you want to increment ഈ പറയുന്ന കൗണ്ട് എനിക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക് പേജിൽ നിന്നുകൊണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതായത് അപ്പോൾ നമ്മൾ എന്തായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഇത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന ഇൻക്രിമെൻ്റ് എങ്ങനെ നമുക്ക് ഇവിടെ വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും, അതായത് ഞാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പേജിൽ വന്നിട്ട് ഈ പറയുന്ന വേരിയബിളിലെ വാല്യൂ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്തായിരിക്കും, നമ്മളിവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും എഴുതേണ്ടി വരിക, ഇവിടെ ഇതൊരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റാണ്. ഹൗ ഡു ഐ ഇൻക്രിമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ആർ ദ ക്വസ്റ്റ്യൻസ് ആക്ച്വലി. ആൻഡ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ഐ വാണ്ട് ടു ആഡ് ആൻ എലവേറ്റഡ് ബട്ടൺ. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഇതിനെ റാപ്പ് വിത്ത് കോളം എന്ന് കൊടുത്തു, ആൻഡ് കോളം കൊടുത്തു, ആൻഡ് യുവർ ടെക്സ്റ്റ് ഇസ് ആക്ച്വലി ലെറ്റ് മീ റിമൂവ് ദിസ് തിങ്. ഓക്കെ, അതവിടെ ഉണ്ടായിക്കോട്ടെ. ആൻഡ് മെയിൻ ആക്സസ് അലൈൻമെൻറ്റ് സെൻറ്റർ എന്ന് കൊടുക്കാം. ഓക്കെ, പുതിയ ഫ്ലട്ടറിൽ ഡോട്ട് സെൻറ്റർ എന്നൊക്കെ എഴുതിയാൽ മതി. ആൻഡ് ഐ തിങ്ക് ഇവിടെ ഞാൻ ആ ഫ്ലട്ടർ അപ്ഗ്രേഡ് ചെയ്യാത്തതുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ലേറ്റസ്റ്റ് ഫ്ലട്ടർ 3.38 ഉണ്ട്, അതിൽ നമ്മളിങ്ങനെ നീട്ടി വലിച്ചെഴുതണ്ടെന്നാണ് പറയുന്നത്, ലൈക്ക് ദിസ്. ഓക്കെ, ഇത് പഴയ ഫ്ലട്ടറാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഞാൻ ആക്സിസ് അലൈൻമെൻറ്റ് കൊടുത്തു. ആൻഡ് ആഫ്റ്റർ ദിസ് ഐ വാണ്ട് ആൻ എലവേറ്റഡ് ബട്ടൺ ഓൺ പ്രസ്. ദെൻ ദ ചൈൽഡ് ഈസ് എ ടെക്സ്റ്റ്. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത് ഇൻക്രിമെൻറ്റ് ഫ്രം ഹിയർ. ഓക്കെ, ആൻഡ് ഇങ്ങനെ ചെയ്തു. ആൻഡ് ഇവിടെ നമുക്ക് എന്തായിരിക്കും ചെയ്യേണ്ടി വരിക, ഈ ഓൺ പ്രസ്സിനകത്ത് നമ്മൾ ലോജിക്ക് എഴുതണം, ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള ലോജിക്ക് എഴുതണം. ആൻഡ് എന്തായിരിക്കും ലോജിക്ക് എഴുതുന്നത്, ഇതായിരിക്കും നമ്മളുടെ ലോജിക്ക് എന്ന് പറയുന്നത്. ഹൗ ഡു ഐ ഇൻക്രിമെൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു ഇൻക്രിമെൻറ്റ് ദ കൗണ്ട് പ്ലസ് ആൻഡ് യു ഹാവ് ടു കോൾ ദ സെറ്റ് സ്റ്റേറ്റ്. അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഈസ് നോട്ട് എ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്, ദിസ് ഈസ് ആക്ച്വലി എ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്. ആൻഡ് വാട്ട് ടു ഡു, അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മൾ ഇതിനകത്തേക്ക് വാല്യൂ അടുത്ത പേജിലേക്ക് പോയി, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്നു എന്ത് ചെയ്യേണ്ടി വരും, വി ഹാവ് ടു പാസ് ദ കോൾ ബാക്ക് പാസ് ചെയ്യാൻ അറിയില്ലേ, അതായത് ഇവിടെ വന്നിട്ട് ഈ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫംഗ്ഷനെയും കൂടി ഇവിടുന്ന് പാസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഐറ്റമേ പാസ് ചെയ്തിട്ടുള്ളൂ, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതും കൂടി പാസ് ചെയ്യാം. ഫൈനൽ
you have something like this void callback and on increment. Okay, and that is final void callback. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ റിക്വയർഡ് ആയിട്ട് എന്ത് ചെയ്യണം, റിക്വയർഡ് ഓൺ ഇൻക്രിമെൻറ്റ് ദിസ് ഡോട്ട് ഓൺ ഇൻക്രിമെൻറ്റ് പാസ് ചെയ്തു. നൗ കം ഹിയർ, ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ വന്നിട്ട് യു ഹാവ് ടു പാസ് ദാറ്റ് ഫ്രം ഹിയർ ഓൺ ഇൻക്രിമെൻറ്റിലേക്ക് നമ്മളുടെ ഇൻക്രിമെൻറ്റ് ഇതിലുള്ള ഇൻക്രിമെൻറ്റ് മെത്തേഡ് പാസ് ചെയ്തു ആൻഡ് സേവ് ദിസ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ഞാൻ റീബൂട്ട് ചെയ്തു, ഇവിടെ വന്നു, ഈ പേജ് പോയി, യു ഹാവ് സംതിങ് ഹിയർ ആൻഡ് യു ക്യാൻ ക്ലിക്ക് ഹിയർ ബട്ട് ഇറ്റ് ഈസ് ഇൻ വർക്കിംഗ്. വൈ ഇറ്റ് ഈസ് ഇൻ വർക്കിംഗ്? ദ കൗണ്ട് ഈസ് ആക്ച്വലി $count. ഓക്കെ, ദിസ് കോൾസ് ഇൻക്രിമെൻറ്റ് ഓൺ ഇൻക്രിമെൻറ്റ് നമ്മൾ കോൾ ചെയ്തിട്ടില്ല. സ്റ്റാറ്റിസ്റ്റിക്സ് പേജിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, ആൻഡ് ഇവിടെ യു ഹാവ് ടു കോൾ ദിസ് ഓൺ ഇൻക്രിമെൻറ്റ് ഹിയർ. ഓൺ ഇൻക്രിമെൻറ്റ് അത് നമുക്ക് പാസ് ചെയ്ത് കിട്ടിയ മെത്തേഡാണ്. അത് ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ കോൾ ചെയ്യണം. ആൻഡ് ലെറ്റ് മീ റീബൂട്ട് ഇറ്റ് അഗെയിൻ. ഓക്കെ, ഇവിടെ വന്നു. ഓക്കെ, ആൻഡ് ഓക്കെ, ഐ തിങ്ക് ദ UI ഈസ് ഇൻ റീബിൽഡിങ്. ആൻഡ് ബിക്കോസ് എന്ത് ചെയ്തിട്ടില്ല, നമ്മൾ സെറ്റ് സ്റ്റേറ്റ് ഒന്നും വിളിക്കാത്തതുകൊണ്ടായിരിക്കും എന്ത് ഇത് വാല്യൂ റീബിൽഡ് ചെയ്യാത്തല്ലേ. ഓക്കെ, സോ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് ഇൻക്രിമെൻറ്റ് നമ്മൾ പ്രസ് ചെയ്താലും എന്ത് ചെയ്യുന്നില്ല, ഇത് വർക്ക് ചെയ്യുന്നില്ല. ലെറ്റ് മീ ചെക്ക് ദിസ് വൺ മോർ ടൈം. ഞാൻ എഴുതിയ കോഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം മിസ്സായി പോയോ. ആൻഡ് കം ഹിയർ, ഇറ്റ് ഈസ് സെറ്റ് സ്റ്റേറ്റ്, ദാറ്റ് ഈസ് ഓക്കെ. ആൻഡ് ബോത്ത് വാല്യൂസ് നമ്മൾ പാസ് ചെയ്തു. പാസ് ദ ഫങ്ഷൻ ഫങ്ഷനെ നമ്മൾ പാസ് ചെയ്തു. കോൾ ബാക്ക് ഫങ്ഷൻ കോൾ ചെയ്തു. ദെൻ കോൺടെക്സ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, കൗണ്ട്, വെർ ഇസ് കൗണ്ട്, ആൻഡ് കൗണ്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് പ്രിന്റ് ദ കൗണ്ട് ഹിയർ സംവെയർ. count. Okay, save this and comes here. അപ്പുറത്തെ പേജിൽ പോയി ലെറ്റ്സ് ചെക്ക് വാട്ട് ഈസ് ദ വാല്യൂ. ഓക്കെ, ഞാൻ ഇൻക്രിമെൻറ്റ് ചെയ്തു. ഇറ്റ് ഈസ് 0 ആക്ച്വലി. still 0. ഓക്കെ, ലെറ്റ് മീ ചേഞ്ച് ദിസ് ടു ഇത് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് വാട്ട് ഈസ് എ ഇഷ്യൂ എന്നുള്ള കാര്യം ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, ഇവിടെ അത് വർക്ക് ചെയ്യുന്നില്ല. ആൻഡ് ദെൻ ലെറ്റ് മീ ചേഞ്ച് ദിസ് ടു എ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്. ഓക്കെ, ആൻഡ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിത് പാസ് ചെയ്ത് വരേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ നിന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യാം. ആൻഡ് വിഡ്ജറ്റ് ഡോട്ട് ഇൻക്രിമെൻറ്റ് അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ കോൾ ദ സെറ്റ് സ്റ്റേറ്റ് ഹിയർ ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു കോൾ ദ സെറ്റ് സ്റ്റേറ്റ് because this is stateful widget, set state. so count എന്ത് ചെയ്യണം, നമുക്ക് പാസ് ചെയ്ത് കിട്ടിയ കൗണ്ട് വാല്യൂ ആണ്. വിഡ്ജറ്റ് ഡോട്ട് കൗണ്ട് ഈക്വൽ ടു വിഡ്ജറ്റ് ഡോട്ട് കൗണ്ട് പ്ലസ് 1 ആണ്. കൗണ്ട് പ്ലസ് 1. ഓക്കെ, because it is final. Okay, so ഞാൻ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. Now the value is 2 and if I go to here the value is okay and I'm going to increment from here and if I go back the value is 2.
ഓക്കെ, അതായത് ഞാൻ തിരിച്ച് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, ഞാൻ അവിടെ ഇൻക്രിമെൻ്റ് ചെയ്ത കാര്യം എന്ത് ചെയ്തിട്ടില്ല, ആരറിഞ്ഞിട്ടില്ല, ഈ പേജ് എന്ത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മളുടെ ആദ്യം ഉണ്ടായിരുന്ന കൗണ്ടർ പേജ് എന്ത് ചെയ്തിട്ടില്ല, ആൾക്ക് അറിയണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു കേസിൽ എന്തായിരിക്കും, ഈ ഒരു കേസിൽ നമുക്ക് എന്തല്ല, നമുക്ക് നമ്മളുടെ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്തല്ല, നമുക്ക് ഇനഫ് അല്ല. അപ്പോൾ നമുക്ക് എന്ത് വേണം, വി നീഡ് സംതിങ് എൽസ് ഓർ സം അതർ ടെക്നിക് ടു ഹാൻഡിൽ ദിസ് സ്റ്റേറ്റ്. അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേജുകളിൽ ഷെയർഡായിട്ട് കിടക്കുന്ന വാല്യൂസിനെ നമുക്കൊരു യൂണിഫൈഡ് അല്ലെങ്കിൽ സെൻട്രലൈസ് നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ വി നീഡ് സം സോർട്ട് ഓഫ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്. ഇതിന് വേറൊരു എക്സാമ്പിളും കൂടി ഞാൻ എഴുതി കാണിക്കാം. ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്യാം, കാരണം അതൊരു ഡീപ്പർ എക്സാമ്പിളാണ്. അതായത് പ്രോപ്പ് ഡ്രില്ലിംഗ് പ്രോബ്ലം ഉണ്ട്. അതായത് പ്രോപ്പ് ഡ്രില്ലിംഗ് എന്ന് പറയുന്നത്, ആൻഡ് ലെറ്റ് മീ ക്രിയേറ്റ് എ ന്യൂ ഫയൽ ഹിയർ, സം നെയിം, ഞാൻ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുന്നുണ്ട്, സം നെയിം, ആൻഡ് കോപ്പി സംതിങ് ഹിയർ. No, I need the code actually. Copy the code. Okay, ഞാൻ കോഡ് കോപ്പി ചെയ്തിട്ടുണ്ട്. ഡോണ്ട് വറി, ഇതിനകത്ത് പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. ജസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ളൂ, ഒരു ആപ്പ് കോൾ ചെയ്തിട്ടുണ്ട്. ദെൻ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്ലാസ്. ദെൻ അടുത്ത് നമുക്ക് ഹോം പേജ് ഉണ്ട്, ദെൻ മെയിൻ കണ്ടൻറ് പേജ് ഉണ്ട്, കൗണ്ടർ സെക്ഷൻ ഉണ്ട്, കൗണ്ടർ കാർഡ് ഉണ്ട്. അങ്ങനെ കുറേ ലെവലിൽ അല്ലെങ്കിൽ 5 ലെവലിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആൻഡ് ലെറ്റ് മീ കോൾ ദിസ്, ആൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇതിലേക്ക് നമ്മളുടെ ആപ്പ്, ആദ്യത്തെ ക്ലാസ്സിൻ്റെ പേരെന്തായിരുന്നു, ആപ്പ് എന്നാണ്. ഓക്കെ, ലെറ്റ് മീ കോൾ ദ ആപ്പ് ഹിയർ. ഞാൻ റീബൂട്ട് ചെയ്തു. ഇതാണ് നമ്മളുടെ ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ എന്തായിരിക്കും, സത്യത്തിൽ ഈ ആപ്പ് എന്ന് പറയുന്ന ഈ പേജിൽ എന്താ ഉള്ളത് നോക്കുക. ആപ്പ് ഈസ് ആക്ച്വലി എന്തായിരിക്കും, ഹോം പേജിനെ കോൾ ചെയ്തിട്ടുണ്ട്, ഇതിനെ കോൾ ചെയ്തിട്ടുണ്ട്. ഹോം പേജ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, മെയിൻ കണ്ടൻറ് പേജിനെ കോൾ ചെയ്തിട്ടുണ്ടായിരിക്കും. മെയിൻ കണ്ടൻറ് പേജ് എന്ത് ചെയ്തിട്ടുണ്ട്, മെയിൻ കണ്ടൻറ് പേജ് കൗണ്ടർ സെക്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. കൗണ്ടർ സെക്ഷൻ ആക്ച്വലി ആരെ കോൾ ചെയ്തിട്ടുണ്ടായിരിക്കും, കൗണ്ടർ കാർഡിനെ കോൾ ചെയ്തിട്ടുണ്ട്. കൗണ്ടർ കാർഡാണ് എന്ത് ചെയ്തേക്കുന്നത്, കൗണ്ടർ ഡിസ്പ്ലേ കോൾ ചെയ്തേക്കുന്നത്. കൗണ്ടർ ഡിസ്പ്ലേ ആണ് എന്ത് ചെയ്തേക്കുന്നത്, ആക്ച്വലി കൗണ്ടർ ഡിസ്പ്ലേ ആണ് എന്ത് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ, ആൻഡ് ഇത് ഡിഫറെൻറ്റ് ലെവലിൽ കിടക്കുന്ന UI ആണ്. അപ്പോൾ ഇത് നമ്മൾ ആപ്പിൽ ആക്ച്വലി ഹാപ്പൻ ചെയ്യുന്നതാണ്. നമ്മൾ മെയിൻ UI നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അതിനെ പിന്നെയും സെപ്പറേറ്റ് ചെയ്തൊക്കെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഈ കോഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്, ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഈ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ വാല്യൂ ആക്ച്വലി ഇതൊക്കെ ഇവിടുന്ന് പാസ് ചെയ്ത് വന്നതാണ്. ഇത് തൊട്ട് മുകളിലത്തെ ക്ലാസ്സിൽ നിന്ന് പാസ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ്. ഇതിലേക്കുള്ള വാല്യൂ അതിൻ്റെ മുകളിലെ ക്ലാസ്സിൽ നിന്ന് പാസ് ചെയ്തതാണ്. ഓൾ ദീസ് വാല്യൂസ് ആർ ആക്ച്വലി സെയിം. ഓൺ ഇൻക്രിമെൻറ്റും ഓൺ ഡിക്രിമെൻറ്റും ആണ്. ഓൺ ഇൻക്രിമെൻറ്റ് ഇതാണ് എന്ത് ചെയ്തേക്കുന്നത്, വി ആർ ആക്ച്വലി പാസിങ്. അപ്പോൾ ഈ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അറിയോ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ദ പ്രോപ്പ് ഡ്രില്ലിംഗ് പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യത്തിൽ ഹോം പേജിലേക്ക് നമ്മൾ പാസ് ചെയ്ത വാല്യൂ അവിടെ അത് യൂസ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് പാസിങ് ടു ദ നെക്സ്റ്റ് പേജ്. അവിടെയും നമ്മളത് യൂസ് ചെയ്യുന്നില്ല. ആൻഡ് ആക്ച്വലി അത് യൂസ് ചെയ്യുന്ന എവിടെയായിരിക്കും, ഈ കൗണ്ടർ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. And this thing is called prop drilling, passing the data through many layers of widget that don't even need it. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഈ പ്രോപ്പ് ഡ്രില്ലിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇവിടെ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ആവശ്യമില്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, എൻറ്റയർ വിഡ്ജറ്റ് ട്രീ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും. ദിസ് ഈസ് ടു എക്സ്പെൻസീവ്. അതായത് നമ്മൾ എവറി ടൈം നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്തുണ്ടായിരിക്കും, ഈ പറയുന്ന വാല്യൂ എല്ലാം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതൊരു ആവശ്യമില്ലാത്ത പണിയാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ഇതേപോലെ നമ്മൾ വിഡ്ജറ്റ് എഴുതി വെക്കുമ്പോൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ചില വിഡ്ജറ്റുകൾ അൺനെസസറി ആയിട്ട് എന്തുണ്ടായിരിക്കും, റീബിൽഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ജസ്റ്റ് നമ്മൾ നേരത്തെ എഴുതിയ പോലെ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡമ്മി എക്സാമ്പിൾ എഴുതാം. ഞാൻ ഫുൾ കോഡ് എഴുതുന്നില്ല, ജസ്റ്റ് ഒരു ഡമ്മി എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, sample.dart. ഓക്കെ, ആൻഡ് ഇമാജിൻ
Okay, let's import material first. Import material. Okay, നമ്മളുടെ കൗണ്ടർ പേജ് ഇതാണ്. ആൻഡ് ഇതാണ് നമ്മളുടെ കൗണ്ടർ, ജസ്റ്റ് കൗണ്ടർ സ്റ്റേറ്റ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതാണ് നമ്മളുടെ കൗണ്ടർ പേജ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടില്ലേ, ആക്ച്വലി നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ വാല്യൂ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നമ്മൾ ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. പക്ഷേ ബാക്കിയെല്ലാം എന്ത് ചെയ്യും, ദർ ആർ സം അതർ വിഡ്ജറ്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതർ വിഡ്ജറ്റ്സ് ഒക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഇതെല്ലാം എന്ത് ചെയ്യും, എവറിത്തിങ് ഈസ് റീബിൽഡിങ്. അപ്പോൾ ഇത് പ്രോബ്ലം ഈസ് ആക്ച്വലി എന്തായിരിക്കും, ദിസ് അൺനെസസറി റീബിൽഡിങ് പ്രോബ്ലം ഇതിനകത്ത് എന്തുണ്ടായിരിക്കും, ഹാപ്പൻ ചെയ്യും. ദെൻ പിന്നുള്ള മേജർ ഇഷ്യൂ എന്ന് പറയുന്നത്, യുവർ ബിസിനസ് ലോജിക് ഈസ് ആക്ച്വലി മിക്സ്ഡ് ഇൻസൈഡ് യുവർ UI. ആൻഡ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് തിങ് ആൻഡ് ലെറ്റ് മീ റിമൂവ് ദിസ് ഓൾ ദിസ് കോഡ്. ഇത് ഞാൻ മൊത്തം റിമൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മളുടെ കൗണ്ടർ പേജിലൊക്കെ വന്നു കഴിഞ്ഞാൽ യുവർ ബിസിനസ് ലോജിക് ഈസ് ആക്ച്വലി മിക്സ്ഡ് വിത്ത് യുവർ, നമ്മൾ ആദ്യം എഴുതിയ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് മെത്തേഡൊക്കെ ഉണ്ടല്ലോ, ട്രാക്ക് ചെയ്യാനുള്ളത്, അതൊന്ന് ഓർത്ത് നോക്കുക. അതായത് അല്ലെങ്കിൽ വേറൊരു കോഡ്, സാമ്പിൾ കോഡ് നമ്മളിവിടെ എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് നോക്കുക. ഇവിടെ നോക്ക്, ആൻഡ് ഇൻക്രിമെൻറ്റ്, ദിസ് ഇസ് എ ലോജിക് ആക്ച്വലി. ആൻഡ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സിങ്ക് ടു ക്ലൗഡ്, പ്ലേ ക്ലിക്ക് സൗണ്ട്, ട്രിഗർ ഹാപ്റ്റിക്, ദെൻ ചെക്ക് അച്ചീവ്മെൻറ്റ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ആൻഡ് എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, വി ബിൽഡ് ദ UI. ആക്ച്വലി എന്തായിരിക്കും, യുവർ ലോജിക് ഈസ് ആക്ച്വലി മിക്സ്ഡ് വിത്ത് യുവർ UI. അപ്പോൾ ഇതൊക്കെ പ്രശ്നമാണ്. ഇതൊക്കെ എന്തായിരിക്കും, നിങ്ങൾക്കൊരു യൂണിഫൈഡ് അല്ലെങ്കിൽ കൺട്രോൾ പോയിന്റ് ഉണ്ടായിരിക്കില്ല. സ്റ്റേറ്റ് ഈസ് ഹാപ്പനിങ് ഓർ സ്റ്റേറ്റ് ഈസ് ചേഞ്ചിങ് ഫ്രം ഡിഫറെൻറ്റ് പ്ലേസ് എന്നായിരിക്കും. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എൻറ്റയർ ആപ്പ് റീബിൽഡ് ചെയ്യും, അതല്ലെങ്കിൽ എൻറ്റയർ പേജ് റീബിൽഡ് ചെയ്യും. എവറിത്തിങ് ഈസ് കോസ്റ്റ്ലി. അപ്പോൾ സ്റ്റേറ്റ് എന്തായിരിക്കും, ദ പ്രോബ്ലം ഈസ് ആക്ച്വലി, ആൻഡ് ഐ വിൽ ഷോ യു വാട്ട് ആർ ദ പ്രോബ്ലംസ്. ആൻഡ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് എന്താണ് ഈ സെറ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്, അതിൻ്റെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്, യുവർ സ്റ്റേറ്റ് ഈസ് ട്രാപ്ഡ് സംവർ. സ്റ്റേറ്റ് എന്തായിരിക്കും, ട്രാപ്ഡ് ആണ്. ആൻഡ് ദാറ്റ് മീൻസ് സ്റ്റേറ്റ് ലീവ്സ് ഇൻ വൺ വിഡ്ജറ്റ്, അതേഴ്സ് കണ്ട് ആക്സസ് എന്തായിരിക്കും, അതേഴ്സ് കാണ്ട് ആക്സസ് ആൻഡ് കാൺ ഷെയർ. ഇതാണ് നമ്മളുടെ പ്രശ്നം. അതായത് സ്റ്റേറ്റ് ഒരു പേജിലായിരിക്കും, ഒരു വിഡ്ജറ്റിലായിരിക്കും ഉണ്ടാവുക, പക്ഷേ അത് പേജിനകത്ത് നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ പറഞ്ഞ പ്രോപ്പ് ഡ്രില്ലിംഗ് പ്രോബ്ലം, must pass data through many widget layers and it is very messy to handle or maintain. Then full rebuilds sometimes എന്തായിരിക്കും നിങ്ങൾക്ക് ആവശ്യമായിരിക്കും. Entire widget tree rebuilds on every change and that leads to poor performance actually. Then ബിസിനസ് ലോജിക് എന്തായിരിക്കും, UIയുടെ കൂടെ മിക്സ് ചെയ്തായിരിക്കും. അത് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. ആൻഡ് സ്റ്റേറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് സ്റ്റേറ്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, യു കാൺ ട്രാക്ക് വാട്ട് ചേഞ്ച്ഡ്, എന്തിന് ചേഞ്ച് ചെയ്തു, അത് ഡീബഗ് ചെയ്യാനൊക്കെ എന്തായിരിക്കും, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. സോ അവിടെയാണ് എന്ത് വരുന്നത്, സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ടെക്നിക്ക്, അതായത് ഈ സെറ്റ് സ്റ്റേറ്റ് അല്ലാതെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അവിടെ വരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഈസ് ആക്ച്വലി എ സെറ്റ് ഓഫ് പാറ്റേൺസ് ഓർ ടൂൾസ് ദാറ്റ് ഹെൽപ്സ് യു ടു സ്റ്റോർ, ആക്സസ്, അപ്ഡേറ്റ്, റിയാക്ട് ടു ദ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തായിരിക്കും, യു ക്യാൻ ഇമാജിൻ സംതിങ് ലൈക്ക് ദിസ്. സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, ഐ ഓൾറെഡി ഹാവ് എ നോട്ട്, അതിനാണ് ഞാൻ ഈ കോപ്പി ചെയ്യുന്നത്. സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഈസ് എ സെറ്റ് ഓഫ് പാറ്റേൺസ് ആൻഡ് ടൂൾസ് ദാറ്റ് ഹെൽപ്സ് യു ടു സ്റ്റോർ സ്റ്റേറ്റ് ഇൻ central location, access state from any widget that needs it, update the state in a controlled, predictable way and react to the state changes automatically. This is what is actually state management എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്കൊരു കോമൺ സ്റ്റേറ്റ് സ്റ്റോർ കാണും, അതിൽ നിന്നും ആയിരിക്കും എന്ത് ചെയ്യുന്നത്. ആൻഡ് ഞാനൊരു കാര്യം കാണിച്ചു തരാം, അത് കോപ്പി ചെയ്താൽ വർക്ക് ചെയ്യുമോ എന്നുള്ള കാര്യം നോക്കട്ടെ. ലെറ്റ് മീ ഓപ്പൺ ന്യൂ, ഡോണ്ട് സേവ്, പേസ്റ്റ് ഇറ്റ് ഹിയർ. ഇറ്റ്സ് നോട്ട് പേസ്റ്റിംഗ്. ഓക്കെ, ഡോണ്ട് വറി.
വെയിറ്റ് എ സെക്കൻഡ്. ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടി എൻ്റെ പിക്ചേഴ്സ് ഓപ്പൺ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട്സിൽ പോയിട്ട് ലെറ്റ് മീ ഓപ്പൺ ദിസ് തിങ്. ഓക്കെ, ഇവിടെ നോക്ക്. ഇതാണ് എന്താണ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ചെയ്ത ബിഫോർ എന്തായിരിക്കും വിഡ്ജറ്റ് എ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ട്രാപ്ഡ് ഇൻ എ പേജ്. ദിസ് ഇസ് എ സ്ക്രീൻ, ഇതൊരു സ്ക്രീനാണ്. ആൻഡ് വിഡ്ജറ്റ് ബി എന്ന് പറയുന്നത് എന്തില്ല, ആക്സസ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പാസ് ദിസ്. വിഡ്ജറ്റ് സി എന്ന് പറയുന്നതിൽ എന്ത് ചെയ്യണം, അങ്ങോട്ട് പാസ് ചെയ്യണം. പക്ഷേ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വി ഹാവ് ആക്ച്വലി സെപ്പറേറ്റിംഗ് ദിസ് തിങ്. ഈ സ്റ്റേറ്റ് എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനി വിഡ്ജറ്റ് ക്യാൻ ആക്സസ് ഇറ്റ് ഡയറക്ട്ലി. വിഡ്ജറ്റ് എ, വിഡ്ജറ്റ് ബി, വിഡ്ജറ്റ് സി, വാട്ട് എവർ ഇറ്റ് ഈസ്, ദേ ക്യാൻ ആക്സസ് ദാറ്റ് സ്റ്റേറ്റ്. അപ്പോൾ ഇതാണ് ആക്ച്വലി എന്ത് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് വൺ മോർ പിക്ചർ ഇസ് ദ ഓക്കെ. ആൻഡ് ലെറ്റ് മീ ടേക്ക് അനദർ സ്ക്രീൻഷോട്ട്. ഞാൻ ആ പിക്ചേഴ്സ് ഒന്നും റെഡിയാക്കി വെച്ചില്ലായിരുന്നു, അത് പ്രശ്നമാണ്. ഓക്കെ, ആൻഡ് വേറൊരു പിക്ചർ നമുക്ക് നോക്കാം. ഇത് നോക്കുക. അപ്പോൾ ഒരു ഗുഡ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. അതായത് എന്ത് ചെയ്യണം, ബിസിനസ് ലോജിക് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിരിക്കും. ആൻഡ് യു ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് എന്നുള്ള കാര്യമാണ്. ആൻഡ് സ്റ്റേറ്റ് ചേഞ്ചസ് എല്ലാം ഹാപ്പൻ ചെയ്യുന്ന എവിടെ ആയിരിക്കും, ദാറ്റ് ഈസ് ഇൻസൈഡ് യുവർ ബിസിനസ് ലോജിക് ആയിരിക്കും. ആൻഡ് ദാറ്റ് മീൻസ് സെപ്പറേഷൻ ഓഫ് കൺസേൺ എന്നാണ് അതിനെ വിളിക്കുക. സെപ്പറേഷൻ ഓഫ് കൺസേൺ എന്ന് പറയുന്നത് സിമ്പിളാണ്. ബിസിനസ് ലോജിക് ഈസ് സെപ്പറേറ്റ് ആയിരിക്കും, യു ഐ ഈസ് സംതിങ് എൽസ്. ആൻഡ് യു ഐ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡിങ് അപ്പോൺ യുവർ ലോജിക്. ആൻഡ് അവിടുന്ന് എന്ത് സ്റ്റേറ്റ് ആണോ ചേഞ്ച് ചെയ്യുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യും, യു ഐ റിയാക്ട് ചെയ്യും. ആൻഡ് സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത് ആയിരിക്കും. ദാറ്റ് മീൻസ് ഓൾ സ്റ്റേറ്റ് ലിവ്സ് ഇൻ വൺ പ്ലേസ്, നോ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്, നോ സിങ്ക് ഇഷ്യൂസ്, എനിത്തിങ്. അതായത് ആപ്പിനകത്ത് സ്റ്റേറ്റ് ചേഞ്ചസ് ഹാപ്പൻ ചെയ്യുന്നത് ഒരു സിംഗിൾ സോഴ്സിലായിരിക്കും. ബാക്കി എല്ലാവരും എന്തായിരിക്കും, ആ സിംഗിൾ സോഴ്സിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ കണ്ട പോലെ സിംഗിൾ സോഴ്സിൽ നിന്നായിരിക്കും എന്ത് ചെയ്യുന്നത്, ബാക്കി എല്ലാവരും ആ വാല്യൂ ആക്സസ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ. ദാറ്റ് മീൻസ് സ്റ്റേറ്റ് ഓൺലി ചേഞ്ചസ് ത്രൂ ഡിഫൈൻഡ് ആക്ഷൻസ്, ഈസി ടു ട്രാക്ക് ആൻഡ് ഡീബഗ്. അതായത് സ്റ്റേറ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന സിംഗിൾ സോഴ്സിനകത്തുനിന്ന് അല്ലാണ്ട് എന്ത് ചെയ്യില്ല, വേറൊരു സോഴ്സിൽ നിന്ന് ചേഞ്ച് ചെയ്യില്ല. ഇറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ ആണ്. ആൻഡ് എന്തായിരിക്കും, നിങ്ങൾക്ക് ഈസി ടു ട്രാക്കിംഗ് ആയിരിക്കും. ഇറ്റ് ഈസ് ടെസ്റ്റിംഗ് ഫ്രണ്ട്ലി ആണ്. ബിസിനസ് ലോജിക് ക്യാൻ ബി ടെസ്റ്റഡ് വിത്തൗട്ട് യു ഐ. അതായത് നിങ്ങൾക്ക് യു ഐ ഇല്ലാണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ലോജിക്ക് ടെസ്റ്റ് ചെയ്യാം. അതായത് ദാറ്റ് മീൻസ് ഇപ്പോൾ ഇപ്പോൾ ഞാൻ തന്നെ സിമ്പിളൊക്കെ ആപ്ലിക്കേഷൻസ് എഴുതുമ്പോൾ ടെസ്റ്റ് കേസ് ഒന്നും എഴുതാറില്ല. ഇപ്പോൾ ഇതിനകത്തുള്ള ഈ ഇൻക്രിമെൻറ്റ് മെത്തേഡ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഇംപോസിബിൾ ടു ടെസ്റ്റ് ദിസ് തിങ്. ഇത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഈ ആപ്പ് റൺ ചെയ്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നമുക്ക് ടെസ്റ്റ് കേസ് എഴുതി എന്ത് ചെയ്യാൻ പറ്റില്ല, ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് നമ്മളിത് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ സെപ്പറേറ്റ് ചെയ്താണ് എഴുതുന്നതെങ്കിൽ ബിസിനസ് ലോജിക് ക്യാൻ ബി ടെസ്റ്റഡ് വിത്തൗട്ട് യു ഐ. യു ഐ ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയും. ദെൻ എഫിഷ്യൻറ്റ് റീബിൽഡ്സ് ആയിരിക്കും എന്ത് ഗുഡ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എൻഷുർ ചെയ്യുന്നത്. ഓൺലി വിഡ്ജറ്റ് ദാറ്റ് നീഡ് ടു അപ്ഡേറ്റ് വിൽ റീബിൽഡ്. അതായത് ഏത് വിഡ്ജറ്റ് ആണോ ഈ പുതിയ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്ത് റൺ ചെയ്യുന്ന ഒരു വിഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ വിഡ്ജറ്റ് മാത്രമേ റീബിൽഡ് ചെയ്യുള്ളൂ. ആ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എൻറ്റയർ ആപ്പ് എന്ത് ചെയ്യില്ല, റീബിൽഡ് ചെയ്യില്ല. അതാണ് എന്ത് ഒരു ഈ പറയുന്ന കാര്യങ്ങളായിരിക്കും ഒരു ഗുഡ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്. അതായത് നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഈവൻ ദോ നമ്മൾ നോക്കുന്നത് ബ്ലോക്കിനെ കുറിച്ചാണെങ്കിലും ഇത് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എന്തായിരിക്കും ഇഷ്ടം പോലെ ഉണ്ട്. അതായത് ലൈക്ക് ദിസ് തിങ് അത് ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ആൻഡ് ദ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ടു കോംപ്ലക്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്ലോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ. സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബെൽറ്റിൻ ആയിട്ടുള്ളതാണ്. ദെൻ യു ക്യാൻ ഹാവ് പ്രൊവൈഡർ ആൻഡ് പ്രൊവൈഡർ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് ഗൂഗിൾസ് റെക്കമെൻഡഡ് വേ ആണ് പ്രൊവൈഡർ സ്റ്റേറ്റ് മാനേജർ എന്ന് പറയുന്നത്. ആൻഡ് യു ഹാവ് റിവർ പോഡ് പ്രൊവൈഡർ ഇവോൾവ് ചെയ്താണ്. അതായത് പ്രൊവൈഡറിനുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടാണ് എന്ത് ചെയ്ത് റിവർ പോഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ദെൻ യു ഹാവ് ബ്ലോക്ക്. ദാറ്റ് മീൻസ് യുവർ ബിസിനസ് ലോജിക് കമ്പോണൻ്റ് എന്നാണ് ബ്ലോക്ക് എന്നുള്ളതിൻ്റെ. നമ്മളതിനെ ഷോർട്ടൺ ചെയ്യുമ്പോഴാണ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ബിസിനസ് ലോജിക് കമ്പോണൻറ്റ്. ആൻഡ് ഇനി റെഡെക്സ് എന്ന് പറയുന്നുണ്ട് ഫേസ്ബുക്ക് ലൈക്ക് പാറ്റേണിൽ. ഗെറ്റെക്സ് എന്ന് പറയുന്നുണ്ട് ക്വിക്ക് ആൻഡ് ഈസി ആൻഡ് ബട്ട് ഇറ്റ് ഈസ് റിസ്കി.
ആൻഡ് ഗെറ്റെക്സ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല, പക്ഷേ സം പീപ്പിൾ ആർ യൂസിങ് ഗെറ്റെക്സ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് വെരി ക്വിക്ക് ആൻഡ് ഈസി. സോ അപ്പോൾ ഇതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ലോക്കൽ സ്റ്റേറ്റ് സിമ്പിൾ ആപ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ കൗണ്ടർ ആപ്പ് ഉണ്ടാക്കി, അതിന് നമ്മൾ ഈ ബ്ലോക്കിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. സെറ്റ് സ്റ്റേറ്റ് ഇസ് ഇനഫ്. ദെൻ പ്രൊവൈഡർ, ഒരു മീഡിയം ലെവൽ ആപ്ലിക്കേഷൻസും ടീംസൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഗോ വിത്ത് പ്രൊവൈഡർ. ദെൻ മീഡിയം ടു ലാർജ് ആപ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊവൈഡറിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവർ പോർട്ടിലേക്ക് മൂവ് ചെയ്യാം. ലാർജ് ആപ്ലിക്കേഷൻ, എൻ്റർപ്രൈസ് ലെവൽ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ യു ഹാവ് ടു ഗോ വിത്ത് ബ്ലോക്ക്. ദെൻ വെരി ലാർജ് ആപ്സ് ആണെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് റെഡെക്സ്. ആൻഡ് ഇഫ് യു ആർ സിംപ്ലി പ്രോട്ടോടൈപ്പിംഗ് യു ക്യാൻ യൂസ് ഗെറ്റെക്സ്. ആൻഡ് ഇതാണ് നമ്മളുടെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു എയ്സ്നെസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ലേണിംഗ് കർവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെറ്റ് സ്റ്റേറ്റ് ഈസ് വെരി സിമ്പിൾ, ലേണിംഗ് കർവ് ഈസിയാണ്. ദെൻ പിന്നുള്ളത്, അതായത് നമ്പർ ഓഫ് കോഡ് നമ്മൾ എഴുതുന്നത് ആണ് എന്ത്. ലെറ്റ് മീ ഷോ യു വൺ മോർ പിക്ചർ. ഐ ഹാവ് ലോട്ട് ഓഫ് പിക്ചേഴ്സ് ബട്ട് ഐ ഹാവൻ ടേക്ക് എനി സ്ക്രീൻഷോട്ട്. ഓക്കെ, ആൻഡ് ഇത് നോക്കുക. അതായത് ഇവരുടെയൊക്കെ ഒരു ലേണിംഗ് കർവിൻ്റെ ഒരു കമ്പാരിസൺ ഞാൻ ജസ്റ്റ് എ ഐ വെച്ച് ക്രിയേറ്റ് ചെയ്തതാണ്. ആൻഡ് ഈവൻ ദ കണ്ടൻറ്റ് ഈസ് ആക്ച്വലി ക്രിയേറ്റഡ് ബൈ എ ഐ. ദെൻ ഇവിടെ സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈസിയാണ് ആൻഡ് വെരി ലോ ആണ്, ബോയിലർ പ്ലേറ്റ് കോഡ്. ദാറ്റ് മീൻസ് നമുക്ക് എഴുതേണ്ട കോഡാണ്. ഇറ്റ് ഈസ് ബെസ്റ്റ് ഫോർ ലോക്കൽ വിഡ്ജറ്റ് സ്റ്റേറ്റ്. ആൻഡ് പ്രൊവൈഡർ എന്ന് പറയുന്നത് ലേണിംഗ് കർവ് ഈസ് മീഡിയം ആൻഡ് റിവർ പോഡ് മീഡിയം ആണ്, പക്ഷേ കുറച്ചുകൂടി ടൈം വേണം. ആൻഡ് കോഡൊക്കെ ലോ ആണ്. പക്ഷേ ബ്ലോക്കിലേക്ക് വരുമ്പോൾ ലേണിംഗ് കർവ് ഈസ് ആക്ച്വലി കമ്പാരിറ്റീവ്ലി മീഡിയം ആണ്, പക്ഷേ എന്തായിരിക്കും, യു ഹാവ് ടു റൈറ്റ് ലോട്ട് ഓഫ് കോഡ്. കുറേ കോഡ് എഴുതണം. ഐ മീൻ ചെറിയൊരു കാര്യം അച്ചീവ് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, യു ഹാവ് ടു മെയിൻറ്റെയിൻ ലോട്ട് ഓഫ് ഫയൽസ് ആൻഡ് കോഡ്. ദെൻ റെഡെക്സ് ഇസ് ഹൈലി ഹാർഡ് ടു ലേൺ ആൻഡ് ഇറ്റ് ഈസ് യു നീഡ് ലോട്ട് ഓഫ് കോഡ്. ദെൻ ഗെറ്റെക്സ് എന്തായിരിക്കും, ഈസിയാണ്, വെരി ലോ ആൻഡ് ക്വിക്ക് പ്രോട്ടോടൈപ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ദീസ് ആർ ദ സം പിക്ചോറിയൽ ഓർ കമ്പാരിസൺസ്. സോ അപ്പോൾ ഇതാണ് ബേസിക്കലി ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, എന്താണ് ഈ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്ന് പറയുന്നത് ബിസിനസ് ലോജിക് കമ്പോണൻ്റ് എന്ന് പറയുന്ന, നമ്മൾ ഇതൊന്നും നോക്കാണ്ട് നേരെ ഇങ്ങോട്ടാണ് ജമ്പ് ചെയ്യുന്നത്. ബിക്കോസ് ദ ഡിമാൻഡിങ് തിങ് ഈസ് ആക്ച്വലി ബ്ലോക്ക്. അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കമ്പനീസ് ഓർ മോസ്റ്റ് ഓഫ് ദ ആപ്സ് ആർ, എല്ലാ ആപ്പും സ്കെയിൽ ചെയ്ത് എൻ്റർപ്രൈസ് ലെവലാവും എന്നുള്ള രീതിയിലാണല്ലോ ആളുകൾ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ most of the companies are actually building their apps either using block or riverboard. ആൻഡ് റെഡെക്സ് ആപ്പൊക്കെ ബിൽഡ് ചെയ്യുന്നവരുണ്ട്, പക്ഷേ ലാർജർ ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിരിക്കും. ഓക്കെ, ആൻഡ് ബേസിക്കലി ഞാൻ വർക്ക് ചെയ്യുന്നത് പ്രൊവൈഡറിലാണ്. ബിക്കോസ് ഞാൻ ബിൽഡ് ചെയ്യുന്നതൊക്കെ സ്മോൾ മീഡിയം സ്കെയിൽ ആപ്ലിക്കേഷൻസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് കംഫർട്ടബിൾ വിത്ത് പ്രൊവൈഡറും MVVM പാറ്റേൺ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ആൻഡ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിലേക്ക് എന്ത് വരും, നമ്മളിതിനകത്ത് എന്ത് ചെയ്യണം, ഈ പറയുന്ന കോംപ്ലക്സിറ്റി കൂടി വരും. ഓക്കെ, ഇനി അപ്പോൾ ഇതിനകത്ത് നമ്മളിനി ജസ്റ്റ് മൂവ് ചെയ്യാൻ പോകുന്നത് അടുത്ത ഫേസിലേക്കാണ്. ഇതൊരു ഫസ്റ്റ് ഫേസാണ്. നെക്സ്റ്റ് ഫേസിൽ നമ്മൾ പറയുന്നത് എന്തായിരിക്കും, നെക്സ്റ്റ് ഫേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ബ്ലോക്ക്. ഓക്കെ, എന്താണ് ബ്ലോക്ക് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ബ്ലോക്ക് പാറ്റേൺസ്, ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഡീപ്പായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്യൂസ് എന്താണെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് ഈ ബ്ലോക്ക് എന്ന് പറയുന്ന ആ പാറ്റേണിനെ കുറിച്ച് പഠിക്കാൻ കഴിയും. ഓക്കെ.